ലഹരി മാഫിയ സംഘങ്ങൾക്കായി വ്യാജരേഖകൾ നിർമ്മിക്കുന്ന സംഘം കണ്ണൂർ തലശ്ശേരിയിൽ പിടിയിൽ. ആധാർ കാർഡ്, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയ വ്യാജരേഖകളും വ്യാജ ബാങ്ക് പാസ്ബുക്കുകളും സംഘത്തിൽ നിന്ന് പിടിച്ചെടുത്തു. ലഹരി വിൽപ്പനയുടെ സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്നതിന് നിർമ്മിച്ചതായിരുന്നു വ്യാജരേഖകൾ. MDMA വിൽപ്പന സംഘത്തെ പിന്തുടർന്നപ്പോഴാണ് തലശ്ശേരി പോലീസിന് മുന്നിൽ വ്യാജരേഖ റാക്കറ്റ് വീണത്. കാസർഗോഡ് മൊഗ്രാൽ സ്വദേശി അബ്ദുറഹ്മാൻ, എറണാകുളം പള്ളുരുത്തി സ്വദേശി റിഷാദ് എന്നിവരെയാണ് ബാംഗ്ലൂരിൽ നിന്ന് തലശ്ശേരി ASPയും സംഘവും പിടികൂടിയത്. തലശ്ശേരിയിൽ 185 ഗ്രാം MDMA പിടികൂടിയ സംഭവത്തിൽ പ്രതികൾക്ക് ഒളിച്ചു താമസിക്കാൻ വ്യാജരേഖകളും പണമിടപാടിന് മരിച്ചയാളുടെ ബാങ്ക് അക്കൗണ്ട് വാങ്ങി നൽകിയതും ഈ സംഘമാണ്. തലശ്ശേരി ചിറക്കര സ്വദേശിയായ മുജിതബയാണ് ബാംഗ്ലൂരിൽ നിന്ന് ലഹരി നാട്ടിലേക്ക് അയക്കുന്നത്. മുജിതബയെ കഴിഞ്ഞ ദിവസം സാഹസികമായി പോലീസ് പിടികൂടിയിരുന്നു. അങ്ങനെയാണ് ഈ സംഘത്തിന്റെ പങ്ക് പോലീസിന് ലഭിച്ചത്. ഇന്നലെ നമ്മുടെ ടീം ബാംഗ്ലൂരിൽ നടത്തിയ അന്വേഷണത്തിൽ മറ്റൊരു പ്രതിയെ കണ്ടെത്തുകയും ആ പ്രതിയിൽ നിന്ന് വ്യാജമായ ബാങ്ക് അക്കൗണ്ട്, അതുപോലെ വ്യാജമായ ആധാർ, ലൈസൻസ് തുടങ്ങിയവ നിർമ്മിക്കുന്ന റാക്കറ്റിനെ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഇന്നലെ അറസ്റ്റ് ചെയ്യുണ്ടായി. അങ്ങനെയാണ് ഇതെല്ലാം പുറത്തു വന്നത്. ആധാർ, പാൻ, ഡ്രൈവിംഗ് ലൈസൻസ് ഉൾപ്പെടെ 500-ലേറെ വ്യാജരേഖകളാണ് പ്രതികളുടെ കൈവശമുണ്ടായിരുന്നത്. ആവശ്യക്കാർക്ക് വ്യാജബിരുദ സർട്ടിഫിക്കറ്റുകളും ഈ സംഘം എത്തിച്ചു നൽകാറുണ്ട്. തെരുവിൽ അലഞ്ഞു നടക്കുന്നവരുടെ ഒപ്പും ഫോട്ടോയും വാങ്ങിവരെ അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ലഹരി സംഘങ്ങൾക്ക് കൈമാറും. ഈ രേഖകളാണ് ലഹരി സംഘം ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഹോട്ടലിൽ മുറിയെടുക്കാനും മറ്റിടപാടുകൾക്കും ഉപയോഗിച്ചിരുന്നത്. മീഡിയ 1 കണ്ണൂർ.